പുറമേക്ക് നല്ല മൊരിഞ്ഞതും ഉള്ളിലേക്ക് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി പൊരിച്ചപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കാൻ പോണത്. ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. 3/4 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 5 ചെറിയുള്ളിയും ചേർത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഒരു 2.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ പുട്ടുപൊടി വെച്ചിട്ടാട്ടോ ഈ ഒരു പൊരിച്ചപ്പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് തരിയുള്ള പുട്ടുപൊടിയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 2 ടേബിൾ സ്പൂണൊക്കെ മൈദ കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിലേക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 2.5 കപ്പ് വെള്ളം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കറക്റ്റാണ്. അപ്പോൾ അത് ആ ചൂടോട് കൂടെ തന്നെ കുഴച്ചെടുക്കണം. അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയും 1 ടീസ്പൂൺ എള്ളും ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ ബോൾ എടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് എണ്ണ തടവിയിട്ടുള്ള ഒരു തട്ടിൽ ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കുക. നമുക്ക് ഏതാണ് ഒരു കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റൗണ്ട് ആക്കി എടുത്താൽ മതി. ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒരു പുട്ടുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ അരിപ്പൊടി വെച്ചിട്ടൊക്കെയല്ലേ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ പുട്ടിപ്പൊടി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.